ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ രാവിലെ ഇതാണ് നമ്മുടെ പാപ്പി നല്ല ഉറക്കത്തിലാണ്. ഒരു 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണമൊന്നുമില്ല, വീഡിയോസൊന്നും റീച്ചില്ല, പ്രത്യേകിച്ച് എവിടെയും പോകുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിട്ടിട്ടും വലിയ ഗുണമൊന്നും കാണാനുമില്ല. ഒരു 500 വ്യൂസ് പോലും ഇപ്പോൾ തികയണമില്ല. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരുന്നു എന്ന് തന്നെ പറയാം 2 ദിവസം. പിന്നെയും അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വീഡിയോ എടുക്കാം. നമ്മുടെ എന്താ പറയുക, കാണാൻ കുറച്ച് പേര് ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ, എന്തായാലും അവർക്ക് വേണ്ടിയെങ്കിലും വീഡിയോ ഇടണമെന്ന് തോന്നി. അപ്പോൾ രാവിലെ ചായ വയ്ക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. പാപ്പി നല്ല ഉറക്കത്തിലാണ്. രോഷിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, രോഷി പോയി. എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോസ് എടുക്കുമ്പോൾ ഇതൊക്കെ തന്നെ പറയാനുണ്ടാവുള്ളൂ. പാപ്പി ഉറങ്ങി എണീറ്റിട്ടില്ല, അല്ലെങ്കിൽ രോഷി ക്ലാസ്സിൽ പോയി ചായ കുടിക്കുകയാണ്, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ പാപ്പി ഇതാ ഉറങ്ങി എണീറ്റ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എത്ര സുഖമായി കിടക്കുന്നുണ്ട്. ശരിക്കും ആദ്യമായിട്ട് ഞാൻ ഈ ഉറങ്ങി എണീക്കുമ്പോഴും ഇവൾ ഈ കാല് നിവർത്തി വെച്ച് കിടക്കണത് ആദ്യമായിട്ടാണ് എന്ന് കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാലെങ്കിലും മടക്കി വെച്ചിട്ടൊക്കെ ആയിരിക്കും ഉറങ്ങണത്. ഇതിപ്പോൾ 2 കാല് നിവർത്തി വെച്ച് കിടക്കുന്നുണ്ട്. ഇങ്ങനെ അധികം കിടക്കാറില്ല. രാത്രി കിടക്കണ സമയത്ത് നമ്മൾ കാല് നിവർത്തി വെച്ച് കിടക്കടാന്ന് പറഞ്ഞാൽ കാല് നിവർത്തി തരും. അത് കഴിഞ്ഞാൽ ഒരു ഉറക്കം പിടിക്കണ സമയമൊക്കെ ആവണ സമയത്ത് അവൾ കാല് മടക്കി വയ്ക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഉറങ്ങി എണീക്കണ സമയത്തും കാല് നിവർത്തി തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ 1-2 തവണ ഇടയ്ക്ക് ഇങ്ങനെ എണീറ്റ് നോക്കും. ഇവൾ കാലിങ്ങനെ ചുരുട്ടി വയ്ക്കുന്ന സമയത്ത് മസിലൊക്കെ കയറുമല്ലോ. ഈ നടുവിനൊക്കെ പ്രശ്നം വരുമ്പോഴാണ് തോന്നുന്നത് ഈ കാലിലൊക്കെ വലിവ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കാല് താത്തുവും പൊക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാല് നന്നായിട്ട് ഒഴിഞ്ഞു കൊടുക്കും. കാലിങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കാല് നോർമലായി വെച്ച് കിടക്കും. പിന്നെ അങ്ങനെ കിടക്കും. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ രാവിലെ എണീറ്റ് ഞങ്ങൾക്കിന്ന് രാവിലെ ചോറും മീൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും പാപ്പിയും കൂടി ചോറൊക്കെ കൊണ്ടു. അപ്പോൾ എന്തായാലും തക്കാളി ചോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കണം. നമ്മുടെ റേഷൻ കടയിലത്തെ പച്ചരി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കടയ്ക്ക് പോകാനും കൊണ്ടുവരാനൊന്നും ആരുമില്ല. രോഷിയാണെങ്കിൽ പോയാൽ രാത്രിയാവും. രോഷിന് പിന്നെ തനിയെ വിടാനും പറ്റില്ല. പിന്നെ പാപ്പിനെയൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിരിയാണി അരി വാങ്ങിക്കാനാണെങ്കിലും പുറത്തൊന്നും പോകാൻ ഒരു ഇതുമില്ല. അപ്പോൾ നമ്മുടെ റേഷൻ കടയിലത്തെ പച്ചരി ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം അതൊക്കെ വെച്ച് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം ഉള്ള മസാലയൊക്കെ വെച്ചിട്ട് ചേർത്തിട്ട് നമുക്ക് ആ അരിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എന്താ പറയുക, ഒരു ബിരിയാണീൻ്റെ ഇതിൽ തന്നെ നമുക്കും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇല്ലാതിരിക്കുമ്പോൾ ഇല്ലാത്ത പോലെ ഉണ്ടാകുമ്പോൾ ബിരിയാണി അരിയിട്ട് വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന സാധനം തന്നെ വേണം, അത് കിട്ടിയാലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടൊന്നും ഇരിക്കില്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മുന്തിരിയോ കശുവണ്ടിയൊക്കെ ഇല്ലെങ്കിൽ അയ്യോ അതില്ലാതെ എങ്ങനെ വയ്ക്കുമോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ പറഞ്ഞാൽ അതില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഒരു ടേസ്റ്റ് മാത്രമല്ലേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേറൊരു രുചി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ മല്ലിയിലയൊക്കെ വാടി പോകാറായി. അപ്പോൾ അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ചമ്മന്തി അരച്ചിട്ട് കൊടുക്കുക പറഞ്ഞാൽ അതൊന്നും ഇവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കണ സമയത്ത് എന്തായാലും ഇതൊന്നും വേസ്റ്റായി പോകില്ലല്ലോ, മല്ലിയിലയും ഇതൊക്കെ. അതുകൊണ്ട് കൂടിയാണ് വയ്ക്കണത്. അപ്പോൾ തക്കാളി, വലിയുള്ളി, പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം പറയും, അതും 2 പട്ടൻ്റെ ഇതും ഒക്കെ കൂടിയിട്ട് ഒന്ന് നന്നായി ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഇന്നത്തെ മസാലക്കൂട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇത്തിരി ഇടും. പക്ഷേ എരിവ് കമ്മിയായിട്ട് വയ്ക്കുള്ളൂ, ഒരുപാട് എരിവോട് കൂടി വയ്ക്കില്ല. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയപ്പോൾ ഞാൻ പാപ്പിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം പാപ്പി എന്ത് ചെയ്യണം പറഞ്ഞ് നോക്കിക്കൊണ്ടേ വരണം. അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കും, അമ്മ 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 പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കും. ആളിനടുത്ത് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും അടുത്ത് ഒരാൾ വേണം. ശരിക്കും പറഞ്ഞാൽ ഞാനും പാപ്പി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണത് ശരിക്കും എൻ്റെയൊക്കെ ജീവിതം പറഞ്ഞാൽ ഒരു 60-65 വയസ്സായ പ്രായത്തിൽ എന്താണ് ചെയ്യേണ്ടത് അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ഒരു വീട്ടിനുള്ളിൽ തന്നെ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കാലം കഴിഞ്ഞുകൊണ്ട് ഈ പ്രായത്തിൽ എന്തൊക്കെ ഒന്ന് ചെയ്യുക. അതൊക്കെ പോട്ടെ, നമ്മുടെ പാപ്പി എങ്ങനെ ഉഷാറായി വരിക അത്രയൊക്കെ ഇപ്പോൾ ചിന്തിക്കണുള്ളൂ കേട്ടോ. ഞാൻ പാപ്പിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഉഷാറാക്കി എടുക്കണം, അവൾ ഓക്കെ ആവണം.
അതൊക്കെയാണ്. അതിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഞാൻ പോയി വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓറഞ്ചും ഒരു പഴവും എടുത്തിട്ട് വന്നു. പഴം കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾ അത് കഴിച്ചില്ല. പിന്നെ ഓറഞ്ചൊക്കെ തൊടിച്ചിട്ട് ആദ്യം ഞാൻ വായിൽ അല്ലിയൊക്കെ നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു അല്ലികളെടുത്ത് വായിൽ വെച്ച് കൊടുത്തപ്പോൾ കഴിച്ചില്ല. അപ്പോൾ ഇവൾക്ക് ഇഷ്ടമായിരിക്കില്ല പറഞ്ഞാൽ ഞാൻ 2 ഇതെടുത്ത് കഴിച്ചപ്പോൾ അവൾ താന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിലെടുത്ത് കൊടുത്തപ്പോൾ ആൾ ഒരു 5 എണ്ണമൊക്കെ കഴിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. ഇന്നെന്താണെന്നറിയില്ല, ഓരോ ദിവസം ഓരോരോ സ്വഭാവമായിരിക്കും. നമ്മൾ കഴിക്കില്ല എന്ന് കണ്ട് കൊടുക്കാതിരുന്നാൽ അത് ചിലപ്പോൾ അവൾ കഴിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹത്തോടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ്, അവളുടെ മൂഡ് പോലെ ഇരിക്കും. വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത്തിരി പായസം വെച്ച് കൊടുക്കണമെന്നുണ്ട്. ആഹാ, മധുരം ഇല്ലേ? മധുരം ആയതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ എന്നാ. അപ്പോൾ ഇത് 4 മണിക്ക് ചായക്ക് പകരം നമ്മൾ പായസമാണ് വെച്ചിരിക്കുന്നത്. പാപ്പിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, മധുരത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പായസമാണ്. ലഡു, ജിലേബി ഇതൊന്നും അധികം ഇഷ്ടമല്ല. ഒരു പീസ് 2 പീസ് കഴിക്കും. അത് കഴിഞ്ഞ ആൾ ഇവിടെ തന്നെ ഉണ്ട്, വേണ്ടാന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. പായസം തരാ തലകെട്ട്. അപ്പോൾ ഇന്ന് ചായ വെക്കുന്നതിന് പകരം പായസം വെച്ചു. അപ്പോൾ പാപ്പിക്ക് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാപ്പി പായസം കുടിച്ചാൽ പോവാണ്. ആർക്കെങ്കിലും പായസം വേണാ? കുറുമ്പിൻ്റെ പായസം വേണാ? ആ, കുറുമ്പി പാപ്പിൻ്റെ പായസം ആർക്കെങ്കിലും വേണാ? അതാ ഞങ്ങൾ പാലാട പ്രഥമനൊക്കെ ഉണ്ടാക്കി. പാപ്പി ഇത് ഇഷ്ടമാണ്, കുടിക്കും. പക്ഷെ പാല് കുറച്ചൊക്കെ മതി. എങ്ങനെയുണ്ട് രുചി? കുടിക്കട്ടെ. കുടിച്ചില്ല ഇത്ര നേരമായിട്ട്. ഇവിടെ ഇരുന്ന് പറ, എന്നാലും മധുരം കൂടി. പായസത്തിന് മധുരല്ലേ? എനിക്ക് മധുരമുള്ള ഇഷ്ടം. നന്നായിട്ടില്ലേ പാപ്പി കുഞ്ഞെ? പാപ്പി കുടിക്കും. പാപ്പിക്ക് ഇഷ്ടമുള്ള വേറെ എന്ത് മധുരം കൊടുത്താലും വേണ്ടാന്ന് പറയുള്ളൂ. പായസം മാത്രം ഭയങ്കര ഇഷ്ടമാണ്. എന്താ ചിരി എന്നിട്ട് അല്ലേ പാപ്പിയെ? കൊറേ ആയി നമ്മള് ഓണത്തിന് പായസം കുടിച്ച് നമ്മൾ വെച്ചാ ഇല്ല. ഓണത്തിന് ശേഷം ഞാൻ ഒരിക്കൽ വെച്ച് കൊളവാക്കിയില്ല. ജോഷി ഒരു പ്രാവശ്യം വെച്ച് കൊളവാക്കി. അത് കഴിക്കാൻ പറ്റില്ല. അല്ല, ഉത്സവത്തിന് കഴിച്ചു പായസം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിക്കണത് നമ്മുടെ വീട്ടിൽ വെക്കണത് ഇപ്പോഴാണ്. ഒരു പാക്കറ്റ് വാങ്ങിച്ചു, അതിലെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ദിവസം വെച്ച് കൊടുക്കാം. ജോഷിന്റെ പിറന്നാളിന് വെക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫെബ്രുവരി 6-ാം തീയതി. പായസം ഇഷ്ടായാ? കുഞ്ഞാപ്പിയെ പാല് വെച്ച് അടുപ്പിൽ വെച്ച്, അയ്യോ അത് അടുപ്പ് സിമ്മാക്കുമ്പോഴേക്കും പാല് തിളച്ച് പൊങ്ങി താഴേക്ക് പോയി. അത് ഇത്തിരി പാലൊക്കെ ഒരു 1/2 ഗ്ലാസ് പാല് പോലെയൊക്കെ താഴെ പോയിട്ടുണ്ടാവും. ജോഷി ഇരുന്ന് കഴിക്കുന്നത് കാണിച്ചു തരാം. എന്താമ്മ കഴിക്കേ? മധുരമായതുകൊണ്ട്. പായസം മധുരമില്ലാതെ എരിവുണ്ടാവുമോ ജോഷി? അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മധുരം ഇഷ്ടമല്ല. പായസം മധുരം തന്നെ, എരിവൊന്നും ഉണ്ടാവില്ല അവരുടെ പാപ്പി. അതിനാണ് മധുരമുള്ള സാധനം ആയതുകൊണ്ടാണ് പായസം എന്ന് പേര് വന്നത്. പാപ്പി ഇനി ചായ ചോദിക്കാൻ പാടില്ല കേട്ടാ. അതും പറയുന്നു. ആ, ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ചായ തന്നില്ല പറയാൻ പാടില്ല. ഏലക്കായ ഇട്ടില്ല, അതുകൊണ്ട് നന്നായിട്ടുണ്ട്. ഏലക്കായ ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ടുണ്ടോ? ഈ അടയിൽ അട ഇങ്ങനെ നമ്മൾ മേടിക്കുന്ന സമയത്ത് അതിലെല്ലാം ഉണ്ടാവും. ഏലക്കായ, പഞ്ചസാര, അങ്ങനെ എല്ലാ കൂട്ടും ഉണ്ടാവും. പഞ്ചസാര മാത്രം ഞാനൊരു 2 സ്പൂൺ ഇട്ടു, പോരാന്ന് തോന്നിട്ട്, മധുരം പോരാ തോന്നിട്ട്. പാപ്പയ്ക്കാണ് സന്തോഷം അത് കാണിച്ചത്.
എവിടെ പാപ്പി ചിരിക്കും അവളിപ്പോൾ? നീ എന്താ ചിരിക്കാത്ത? ഇതേ പായസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും പാപ്പയും എല്ലാവരും. നല്ല പായസമാണ്, നന്നായിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മളെ പായസത്തിൽ മിൽക്ക് മെയ്ഡ് വെച്ചു. ഈ പ്രാവശ്യം ഒഴിച്ചു, അല്ലെങ്കിൽ ആരെയും കാണില്ല. അല്ലെങ്കിൽ നമ്മൾ എനിക്കറിയില്ല ഈ സാധനം എന്തിനാണെന്നുള്ളത് പോലും എനിക്കറിയില്ല. മിൽക്ക് മെയ്ഡ് എന്തിനാണോ ഒഴിക്കണത് അതുപോലും എനിക്കറിയില്ല. അപ്പോൾ മനസ്സിലായി. അപ്പോൾ അത് ഒഴിക്കണ സമയത്ത് നമുക്ക് ഇത് കട്ടിയായി കിട്ടണമുണ്ട്, ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നുമുണ്ട്, ഒരു മധുരം അല്ലേ? ചൂടുണ്ടായില്ലല്ലോ, പിന്നെന്താ? പായസം കുടിച്ചിട്ട് വരാവോ ബാപ്പി? അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു. ഞങ്ങൾ പായസം കുടിച്ചിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും പായസം പാപ്പി വെച്ചു തരും. പാപ്പിക്ക് അതാണ് പണി, പായസം വെക്കുക, കുടിക്കുക. അല്ലേ പാപ്പിയെ? എന്തൊരു ടേസ്റ്റ്. കുഞ്ഞാപ്പി, കൊള്ളാപ്പി, കുഞ്ഞാപ്പി, ടാറ്റ. അങ്ങനെ പായസം കുടിച്ചിട്ട് സ്പൂണിൽ കുടിച്ചിട്ട് തൃപ്തിയാവാതെ കപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടിരുന്നു കുടിക്കണം. ചിന്തിക്കാതെ കുടിക്കണം. മേലെയൊക്കെ ആയ ഒട്ടും. ഇനിയും കൊണ്ടുപോയി നിന്നെ കൊണ്ടുപോയി പച്ചവെള്ളത്തിൽ കൊണ്ട് മുക്കും ഞാൻ. രാവിലെ ചുടുവെള്ളം. അവളുടെ അടുത്ത് കുളിക്കണം എന്ന് പറഞ്ഞാൽ അവള് വീണ്ടും മേലെ കൂടി വെള്ളം വെച്ച് കുടിക്കും. അയ്യോ, കുറച്ച് കുടിക്കുമ്പോഴേക്കും തന്നെ മപ്പ്, വായൊക്കെ ഒട്ടണം, അത്രയും മധുരമായതുകൊണ്ട്. ഞാൻ മധുരം മതിയാവില്ല എന്ന് വിചാരിച്ചിട്ട് 2 സ്പൂൺ മധുരം ഇട്ടതായിരുന്നു. കഴിഞ്ഞാ ഇതെന്താ വിരൽ ഏരിയൊക്കെ കൊണ്ടുപോയി ഇട്ടിരിക്കണ? നമ്മുടെ പാപ്പി പായസം കുടിച്ച വായി. അയ്യോ, എടുത്തെറിയണ്ട. അതാ പായസം മാത്രം ഊറ്റി കുടിച്ചിട്ട് നമുക്ക് കുറച്ച് എന്താ പാപ്പി ഇത്? പായസം മാത്രം എന്നിട്ടൊരു ചിരി, എന്തോ ഒരു സന്തോഷം. മുഴുവൻ ഗ്ലാസ്സിൽ തോർത്തെടുക്കാൻ അവളുടെ വായി തുടക്കാൻ എടുത്തു. പായസം മുഴുവൻ കുടിച്ചിട്ട് അതിന്റെ അടയും മുന്തിരിയും മാത്രം വെച്ചിരിക്കുള്ളൂ. എനിക്കിഷ്ടല്ല അത്. വേറെ ചെയ്യാൻ പാടില്ല. ഓ, എന്താണ്? വായി കഴുകി കൊടുക്കും, വെള്ളം എടുത്തിട്ട് തന്നെ കഴുകി കൊടുക്കും, അല്ലെങ്കിൽ ഒട്ടും ഉറുമ്പൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ അടിക്കും. പായസം കൂടി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്. നിന്റെ അടുത്ത് ആരെങ്കിലും മൊത്തം പൊട്ടിക്കാൻ പറഞ്ഞ? ആരെങ്കിലും പറഞ്ഞാ? പാപ്പി, ഇതിലൊരു എരിവുള്ള അടുത്ത് കഴിക്കും, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. എന്തേ എരിവില്ലാത്ത നോക്കി കൊടുക്കോ. കഴിച്ചോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇന്ന് സ്നാക്സ് ഉണ്ട്, ചായക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ചായ വെച്ചില്ല, ഒന്ന് പായസം വെച്ചു. പാപ്പിക്ക് വേണ്ട, പായസം കുടിച്ച് ആ ഒരു ഇതിലിരിക്കുകയാണ്. രോഷിൻ്റെ അടുത്ത് വെച്ചത് ഇപ്പം തന്നെ തീരും. അതുകൊണ്ട് ഞാൻ കുറച്ച് കയ്യിൽ കൊടുത്തിട്ട് ബാക്കി കൊണ്ടുപോയി മാറ്റി. കഴിച്ചേണ്ടി വേഗം പോയിക്കോ, പഠിക്കാൻ പോയിരുന്നോ? കുറച്ചെടുക്കും, ബാക്കി എടുത്ത് വയ്ക്കേ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.